ഡേറ്റ ഉപയോഗിക്കാത്ത ഉപഭോക്താക്കൾക്കായി മൊബൈൽ സേവന ദാതാക്കൾ വോയിസ് കോളുകൾക്കും SMS-നുമായി പ്രത്യേക മൊബൈൽ റീചാർജ് പ്ലാൻ അവതരിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ടെലികോം റെഗുലേറ്റർ ട്രായ്. പ്രത്യേക റീചാർജ് കൂപ്പണുകളുടെ പരിധി 90 ദിവസത്തിൽ നിന്നും 365 ദിവസത്തേക്ക് വരെ നീട്ടുകയും ചെയ്ത് താരിഫ് ചട്ടങ്ങൾ ട്രായ് ഭേദഗതി ചെയ്യുകയും ചെയ്തു. ഭേദഗതി പ്രകാരം വോയിസ്, SMS എന്നിവയ്ക്ക് മാത്രമായി കുറഞ്ഞത് ഒരു പ്രത്യേക താരിഫ് വൗച്ചറെങ്കിലും ടെലികോം സേവനദാതാവ് അവതരിപ്പിക്കണം. കൂടാതെ 365 ദിവസം വരെ കാലാവധി വാഗ്ദാനം ചെയ്യുന്നതായിരിക്കണം ഈ പ്ലാനെന്നും 2024 ടെലികോം ഉപഭോക്തൃ സംരക്ഷണ ചട്ടത്തിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. രാജ്യത്തെ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ ഭേദഗതി. നിലവിൽ കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകൾ മിക്കതും വോയിസ് കോൾ, SMS, ഇന്റർനെറ്റ്, OTT സബ്സ്ക്രിപ്ഷൻ എന്നിവയെല്ലാം ചേർന്നതാണ്. റീചാർജ് ചെയ്യുന്ന പലർക്കും ഇതിലെല്ലാ സേവനങ്ങളും ആവശ്യമില്ല. ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർ പോലും ഇന്റർനെറ്റ് അടക്കമുള്ള റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരക്കാർക്ക് വേണ്ടി വോയിസ് കോളും SMS-ഉം മാത്രം നൽകുന്ന ഒരു പ്ലാനെങ്കിലും ഉറപ്പാക്കണമെന്നാണ് ഭേദഗതിയിൽ പറയുന്നത്. ഒരാൾക്ക് ഇന്റർനെറ്റ് പ്ലാൻ ആവശ്യമില്ലെങ്കിൽ വോയിസ് കോളും SMS-ഉം മാത്രമുള്ള പ്ലാൻ എടുത്താൽ മതിയാകും. ഡ്യുവൽ സിം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് 2 നമ്പറിലും ഇന്റർനെറ്റ് സേവനം ആവശ്യമുണ്ടായേക്കില്ല. ഒരു സിം കാർഡിൽ വോയിസ് കോൾ, SMS എന്നിവ മാത്രം വേണ്ട വ്യക്തിക്ക് കുറഞ്ഞ നിരക്കിൽ ഇത് ലഭ്യമാവുകയും ചെയ്യും. സ്പെഷ്യൽ താരിഫ് വൗച്ചറുകളുടെയും കോംബോ വൗച്ചറുകളുടെയും കാലാവധിയാണ് പരമാവധി 90 ദിവസം എന്നത് 365 ദിവസമാക്കി ഉയർത്തിയത്. വാലിഡിറ്റി കൂടിയ പ്ലാനുകൾ തിരഞ്ഞെടുത്താൽ ഉപയോക്താക്കൾക്ക് ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നതും ഒഴിവാക്കാം.